ബഷീറെ ഉപ്പല്ലേ ഇവിടെ? ഉപ്പതേ പുറത്തേക്ക് പോയി. ഇപ്പൊ വരും. ശുക്രബായി കയറിക്ക്. പിന്നെന്താ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ സുഖായിരിക്കണ്, കുഴപ്പമൊന്നുമില്ല. വീടിന്റെ വർക്ക് തുടങ്ങിയിട്ടില്ലേ? ആ വീടിന്റെ പണി ഇങ്ങനെ ചെറുതായി തുടങ്ങി വെച്ച്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഇരുട്ടെത്തിയ പോലെ അല്ലേ? ചാൻസ് ഉണ്ട് അല്ലേ? അതെ അതെ, ഒരു ഇരുട്ടെത്തിയ പോലെ ആയി. ആ ഉപ്പട വണ്ടിയിലെ പറഞ്ഞു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ ശുക്രപ്പഴന്ന് ദേ കുറച്ചു നേരമായി. ഇരിക്കി 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 ഇരിക്കി. എന്തൊക്കെ വിശേഷങ്ങള്? ആ സുഖം തന്നെ. ആ സുഖം. കൂടുതൽ സമയം വന്നിട്ട് ഇല്ല, കുറച്ചു നേരമായിട്ടുള്ളോ. ആ പിന്നെ ഞാനേ വണ്ടിയില് പെട്രോളിന് ഇരുന്നില്ല. ഇങ്ങനൊക്കെ അല്ലേ ഓടിക്കണേ? പെട്രോൾ അടിക്കില്ല. അങ്ങനെ ലേശം പെട്രോൾ അടിക്കാം. 1-2 വെള്ളം കാണാനുണ്ടായിരുന്നു. അപ്പൊ അവരെയും കണ്ടിട്ട് ഇങ്ങനെ പറ്റിയിട്ട്. ആ ശരി. പിന്നെന്താണ് വിവരങ്ങളൊക്കെ? സുഖമാണ് അൽഹംദുലില്ലാ. പിന്നെ മനാഫ്ക, ഞാന് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. ഉപ്പ അനീഫല്ലേ പറഞ്ഞേ? ഇത് നിങ്ങളെ ഇളയ മോനല്ലേ? ആ ഇളയ മോനൊക്കെ തന്നെ. ആടെ ഞാനിപ്പോ അങ്ങനെ പോണത്, പാടത്തിങ്ങനെ പോണത്. ആ അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞോളൂ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ ശുക്കൂർക്ക് എപ്പോ വന്ന്? കുറച്ചു നേരമായി. എന്താ അനീഫ വന്ന്? എന്തേ കിണ്ട് വന്നൂടെ? വലൈക്കും സലാം. അതെ ഞാൻ ഇപ്പം അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എപ്പോൾ വിളിക്കാം. അല്ല മോനെ, എന്നോട് അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ വന്നതെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിനിപ്പോ ഇങ്ങനെ ദേഷ്യം പിടിക്കണം എനിക്ക്. ഞാനിപ്പോ വന്നതേ നമ്മളെ മില്ലിന്റെ അടുത്തുള്ള സ്ഥലല്ലേ, അതൊക്കെ വേണം. അവർക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ കിട്ടണം. അതിനാണ് വന്നിക്കണത്. അതെങ്ങനെ ശരിയാവുക? ആ മില്ല് നിനക്ക് തന്നില്ലേ, അതിനടുത്തുള്ള സ്ഥലം കൂടി തരണം പറഞ്ഞെങ്കിൽ ശരിയാവുക? അത് നടക്കില്ല. ആവശ്യത്തിലേറെ നിനക്ക് തന്നില്ലപ്പാ. ഇനി പരിപാടി നടക്കില്ല. അതൊക്കെയല്ലേ തീരുമാനിക്കണ്ടേ? ഉപ്പ തീരുമാനിക്കട്ടെ. അത് അവൻ പറഞ്ഞത് നടക്കുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ആ സ്ഥലം എനിക്ക് എഴുതി തന്നങ്ങനെ അത് എനിക്ക് തരാൻ വെച്ചിട്ടുള്ളതല്ല. അത് പെൺകുട്ടിക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ള. എനിക്ക് ആ സ്ഥലം ഒന്നും തന്നിട്ടില്ലേ? മില്ല് എഴുതി തന്നില്ലേ? 3-4 പ്രാവശ്യം ഗൾഫിൽ പറഞ്ഞില്ലേ? എത്ര ലക്ഷം രൂപ ചെലവാക്കിയിട്ടാ വീടുണ്ടാക്കി തന്നത്? ഇതൊന്നും പൈസ അല്ലേ? ഇനി എനിക്ക് എന്താ വേണ്ട? മക്കളാകുമ്പോ വേണ്ടി വരും. അതിന് കണക്ക് പറയൊന്നും വേണ്ട. ഇക്കാ കൊടുത്തതെങ്ങ ഇക്ക ആവശ്യം എടുക്ക് തരേണ്ടി വരും. ഞാൻ സമ്മതിക്കൂല, ഒരു പൊടിക്കാൻ സമ്മതിക്കൂല. ഞാന് ഇക്ക അവകാശം എടുക്ക് വേണ്ടി വരും. ഓ തന്ന് ഇത്ര എന്ത് തന്ന്? ഒരു വീട് വെച്ച് തന്നതാ, ഒരു മില്ല് തന്നതാ. ഇനി കിടക്കല്ലേ, അതൊക്കെ മോനക്ക് കൊടുക്കാനായിരിക്കും അല്ലേ? സമ്മതിക്കൂല ഞാനും. ഇക്കിന്റെ ഭാഷക്ക് കിട്ടണം. ഇക്ക് ഇന്റെ എന്തായാലും ഞാൻ ഭരിച്ചത് പോലെ ഞാന്. ഓ എന്തപ്പ ഇത്? ഉപ്പം മൂലം കൂടിയിട്ട് ഇന്നെ പുറത്താക്കണ്ട, അതിന് നടക്കില്ല. എന്തെങ്കിലും മറുപടി ഒന്നും പറയാത്തത്? ഇങ്ങനത്തെ മുണ്ടാണ്ടിരിക്കണ് എന്താ? നിങ്ങളെന്തൊന്നും മുണ്ടാത്തത്? നിങ്ങളെന്തൊന്നും ഉണ്ട്? മനാഫ്ക 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 എന്തേ? മനാഫ്ക എന്തേ? ഇപ്പൊ എന്തായി? ആ പാവം കയ്യിന്ന് പോയില്ലേ? നിങ്ങൾ ഈ സ്വത്ത് തർക്കം, ഈ മുതലിന് വേണ്ടിയിട്ട് അത് കയ്യിന്ന് പോയില്ലേ? ഇനി നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാലോ.